ഈ കുസൈബിന് ശേഷം പിന്നീട് അദ്ദേഹം പിന്നെ മക്കയുടെ ഭരണം വരുന്നത് അദ്ദേഹത്തിന്റെ മക്കളിലേക്കാണ്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം അള്ളാഹു തൗഫീഖ് നൽകിയാൽ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, ഇതൊരു ചരിത്ര വിശദീകരണമാണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ രംഗം ഉണ്ടാകണമെന്നതുകൊണ്ടാണ് പിന്നെ അതിന്റെ കൃത്യമായ സ്ക്രീനിലൂടെ തന്നെ കാണിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പരമ്പരയെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു ചിത്രം കാണുന്ന രൂപത്തിൽ, അത് വായിക്കുമ്പോൾ ഒരു ചിത്രം കാണുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അതിലൂടെയൊക്കെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് പോകേണ്ടത് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. ആ പ്രവാചകനോടുള്ള സ്നേഹം, ആ പ്രവാചകനോടുള്ള ഹുബ്ബ് കൂടുതൽ കൂടുതൽ വർദ്ധിക്കണം. ആ പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനിയും ഏതാനും ചില കാര്യങ്ങൾ ആ പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ച് വിശദീകരിക്കാറുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത ആഴ്ച വിശദീകരിക്കാം. ഒന്നുകൂടെ പറയട്ടെ, ഇത് പഠിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി കേവലം ആദ്യത്തെ ആഴ്ച മാത്രം നല്ലൊരു സദസ്സായി വരികയും പിന്നീട് അതൊക്കെ നടന്നോളും, എനിക്കൊന്നും അത് ബാധ്യതയല്ല എന്നൊരു തീരുമാനത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് ഇത് പഠിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ഒരവസരമായിരിക്കാം അല്ലാഹു തന്ന വലിയ തൗഫീഖായിരിക്കാം ഈ ഒരു അവസരം, അതിനുള്ള ഒരു ചിന്തയായിരിക്കാം തുടക്കം കുറിച്ചത്. അതുകൊണ്ട് ഈ വിഷയം കഴിയുന്നത്ര മുഴുവൻ കേൾക്കാനും പഠിക്കാനും എല്ലാവരും അവസാനം വരെ കൂടെ ഉണ്ടാകണമെന്നും അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ, കേൾക്കാൻ, മനസ്സിലാക്കാൻ കൂടുതൽ തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.